ഓം ശാന്തി 15/7/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ദേഹാഭിമാനം ആസുരീയ സ്വഭാവമാണ്. അതിനെ മാറ്റി ദൈവിക സ്വഭാവം ധാരണ ചെയ്യൂ. എങ്കിൽ രാവണന്റെ ജയിലിൽ നിന്നും മോചിതരാകും. ചോദ്യം: ഓരോ ആത്മാവും തന്റെ പാപകർമ്മത്തിന്റെ ശിക്ഷ എങ്ങനെയാണ് അനുഭവിക്കുന്നത്? അതിൽ നിന്നും രക്ഷ നേടാനുള്ള ഉപായം എന്താണ്? ഉത്തരം: ഓരോരുത്തരും തന്റെ പാപത്തിന്റെ ശിക്ഷ ഒന്നാമതായി ഗർഭജയിലിൽ അനുഭവിക്കുന്നു. രണ്ടാമത് രാവണന്റെ ജയിലിൽ അനേക പ്രകാരത്തിലുള്ള ദുഃഖം അനുഭവിക്കുന്നു. ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾ കുട്ടികളെ ഈ ജയിലുകളിൽ നിന്നും മോചിപ്പിക്കാൻ. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി നിർവികാരിയായി മാറൂ. ഓം ശാന്തി. ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് ബാബ മനസ്സിലാക്കി തരികയാണ്. ബാബ തന്നെയാണ് വന്ന് രാവണന്റെ ജയിലിൽ നിന്നും മോചിപ്പിക്കുന്നത്. കാരണം എല്ലാവരും വികാരികളാണ്, പാപാത്മാക്കളാണ്. മുഴുവൻ ലോകത്തിലെ മനുഷ്യരും വികാരിയായത് കാരണം രാവണന്റെ ജയിലിലാണ്. പിന്നീട് എപ്പോഴാണോ ശരീരം ഉപേക്ഷിക്കുന്നത് അപ്പോഴും ഗർഭജയിലിലേക്ക് പോകുന്നു. ബാബ വന്ന് 2 ജയിലിൽ നിന്നും മോചിപ്പിക്കുകയാണ്. പിന്നീട് പകുതി കൽപ്പത്തേക്ക് നിങ്ങൾ രാവണന്റെ ജയിലിലും ഗർഭജയിലിലും പോകുന്നില്ല. നിങ്ങൾക്കറിയാം, ബാബ പതുക്കെ പതുക്കെ പുരുഷാർത്ഥമനുസരിച്ച് നമ്മളെ രാവണന്റെ ജയിലിൽ നിന്നും ഗർഭജയിലിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയുകയാണ്, നിങ്ങളെല്ലാവരും രാവണ രാജ്യത്തിൽ വികാരികളാണ്. പിന്നീട് രാമരാജ്യത്തിൽ എല്ലാവരും നിർവികാരിയായി മാറും. ഒരു തരത്തിലുള്ള ഭൂതങ്ങളും അവിടെ പ്രവേശിക്കില്ല. ദേഹാഹങ്കാരത്തിലേക്ക് വരുന്നതിലൂടെയാണ് എല്ലാ ഭൂതങ്ങളും പ്രവേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് പുരുഷാർത്ഥം ചെയ്ത് ദേഹി അഭിമാനിയായി മാറണം. എപ്പോഴാണോ ലക്ഷ്മി നാരായണനെ പോലെ ആയിത്തീരുന്നത് അപ്പോഴാണ് ദേവതയെന്ന് പറയുക. ഇപ്പോൾ നിങ്ങളെ ബ്രാഹ്മണൻ എന്ന് പറയുന്നു. രാവണന്റെ ജയിലിൽ നിന്ന് മോചിതരാകുന്നതിന് വേണ്ടി ബാബ വന്ന് പഠിപ്പിക്കുകയാണ്. ആരുടെയെല്ലാം സ്വഭാവമാണോ മോശമായിരിക്കുന്നത് അവരെ പരിവർത്തനപ്പെടുത്തുകയും ചെയ്യുന്നു. പകുതി കൽപ്പത്തോളമായി സ്വഭാവം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെയധികം മോശപ്പെട്ടു. ഈ സമയം തമോപ്രധാനമായ സ്വഭാവമാണ്. ദൈവിക സ്വഭാവത്തിലും ആസുരീയ സ്വഭാവത്തിലും രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ബാബ മനസ്സിലാക്കി തരികയാണ്, ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് തന്റെ സ്വഭാവം ദൈവികമാക്കി മാറ്റണം. അപ്പോഴാണ് ആസുരീയ സ്വഭാവത്തിൽ നിന്നും മുക്തരാകുക. ആസുരീയ സ്വഭാവത്തിൽ ദേഹാഭിമാനമാണ് നമ്പർ 1. ദേഹി അഭിമാനിയായിരിക്കുന്നവരുടെ സ്വഭാവം ഒരിക്കലും മോശമാകില്ല. മുഴുവൻ ആധാരവും സംസ്കാരത്തിലാണ്. ദേവതകളുടെ സ്വഭാവം എങ്ങനെയാണ് മോശമാകുന്നത്? എപ്പോഴാണോ അവർ വാമമാർഗത്തിലേക്ക് പോകുന്നത്, അതായത് വികാരിയായി മാറുന്നത്, അപ്പോഴാണ് സ്വഭാവവും മോശമാകുന്നത്. ജഗന്നാഥ ക്ഷേത്രത്തിൽ വാമമാർഗത്തിലുള്ള മോശമായ ചിത്രങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രം വളരെ വർഷങ്ങൾക്ക് മുൻപുള്ള പഴയ ക്ഷേത്രമാണ്. വസ്ത്രങ്ങളെല്ലാം ദേവതകളുടേത് തന്നെയാണ്. ദേവതകൾ എങ്ങനെ വാമമാർഗത്തിലേക്ക് പോയി എന്ന് കാണിക്കുന്നുണ്ട്. ആദ്യത്തെ കുറ്റകൃത്യം തന്നെ കാമചിതയിലേക്ക് പോവുക എന്നതാണ്. കാമചിതയിലേക്ക് പോയി പിന്നീട് നിറം മാറി മാറി വളരെയധികം കറുക്കുന്നു. ആദ്യം സ്വർണിമ യുഗത്തിൽ സമ്പൂർണമായും വെളുത്തതായിരുന്നു. പിന്നീട് 2 കല കുറയുന്നു. ത്രേതായുഗത്തെ സ്വർഗമെന്ന് പറയില്ല. അത് സെമി, അതായത് പകുതി സ്വർഗമാണ്. ബാബ മനസ്സിലാക്കി തരികയാണ്, രാവണൻ വരുന്നതിലൂടെയാണ് നിങ്ങളിൽ കറ പുരളാൻ ആരംഭിച്ചത്.
പൂർണമായും ക്രിമിനലാകുന്നത് അന്തിമത്തിലാണ്. ഇപ്പോൾ 100% ക്രിമിനലാണെന്ന് പറയാം. 100% നിർവികാരികളായിരുന്നു, പിന്നീട് 100% വികാരികളായി. ഇപ്പോൾ ബാബ പറയുകയാണ്, പരിവർത്തനപ്പെടൂ. ഈ രാവണന്റെ ജയിൽ വളരെ വലുതാണ്. എല്ലാവരെയും ക്രിമിനൽ എന്നേ പറയൂ. കാരണം രാവണ രാജ്യത്തിലല്ലേ. രാമരാജ്യം, രാവണരാജ്യം ഇതെന്താണെന്ന് ലോകത്തിലുള്ളവർ അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ രാമരാജ്യത്തിലേക്ക് പോകുന്നതിനായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും തന്നെ സമ്പൂർണരായി മാറിയിട്ടില്ല. ചിലർ ഫസ്റ്റ്, ചിലർ സെക്കൻഡ്, ചിലർ തേർഡ് ആണ്. ഇപ്പോൾ ബാബ പഠിപ്പിക്കുകയാണ്, ദേവീ ഗുണങ്ങൾ ധാരണ ചെയ്യിപ്പിക്കുകയാണ്. എല്ലാവരിലും ദേഹാഭിമാനമുണ്ട്. എത്രത്തോളം നിങ്ങൾ സർവീസിൽ മുഴുകിയിരിക്കുന്നുവോ അത്രയും ദേഹാഭിമാനം കുറഞ്ഞുകൊണ്ടിരിക്കും. സേവ ചെയ്യുന്നതിലൂടെ തന്നെയാണ് ദേഹാഭിമാനം കുറയുന്നത്. ദേഹി അഭിമാനിയായിട്ടുള്ളവർ വലിയ വലിയ സർവീസുകൾ ചെയ്യും. ബാബ ദേഹി അഭിമാനിയാണ്. അതിനാൽ എത്ര നല്ല സർവീസാണ് ചെയ്യുന്നത്. എല്ലാവരെയും കുറ്റവാളിയായ രാവണന്റെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് സദ്ഗതി പ്രാപ്തമാക്കി കൊടുക്കുന്നു. സത്യയുഗത്തിൽ 2 ജയിലും ഉണ്ടാകുന്നില്ല. ഇവിടെ ഡബിൾ ജയിലാണ്. സത്യയുഗത്തിൽ കോടതിയില്ല, പാപാത്മാക്കളും ഇല്ല, രാവണന്റെ ജയിലും ഇല്ല. രാവണന്റേത് പരിധിയില്ലാത്ത ജയിലാണ്. എല്ലാവരും 5 വികാരങ്ങളാകുന്ന കയറിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അപാരമായ ദുഃഖമാണ്. അനുദിനം ദുഃഖം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സത്യയുഗത്തെ സ്വർണിമ കാലഘട്ടമെന്നും ത്രേതായുഗത്തെ വെള്ളി കാലഘട്ടമെന്നും പറയുന്നു. സത്യയുഗത്തിലെ സുഖം ത്രേതായുഗത്തിൽ ഉണ്ടാകില്ല. കാരണം ആത്മാവിന് 2 കല കുറയുന്നു. ആത്മാവിന്റെ കല കുറയുന്നതിലൂടെ ശരീരവും അതുപോലെയുള്ളതാണ് ലഭിക്കുക. അപ്പോൾ ഇത് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ രാവണ രാജ്യത്തിൽ ദേഹാഭിമാനികളായി മാറി. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് രാവണന്റെ ജയിലിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി. പകുതി കൽപ്പത്തെ ദേഹാഭിമാനത്തെ ഇല്ലാതാക്കുവാൻ സമയമെടുക്കും. വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് ആരെങ്കിലും ശരീരം ഉപേക്ഷിച്ചു പോയാൽ അവർ വലുതായ ശേഷം വീണ്ടും വന്ന് കുറച്ചു ജ്ഞാനം എടുക്കുന്നു. എത്രത്തോളം വൈകി വരുന്നുവോ അവർക്ക് പുരുഷാർത്ഥം ചെയ്യാൻ സാധിക്കില്ല. ആരെങ്കിലും മരിച്ചതിനു ശേഷം പിന്നീട് അവർ അടുത്ത ജന്മത്തിൽ പുരുഷാർത്ഥം ചെയ്യുകയാണെങ്കിൽ തന്നെ അവയവങ്ങൾ വലുതാകണം. ബുദ്ധി ഉറച്ചാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. വൈകി വരുന്നവർക്ക് ഒന്നും പഠിക്കാനും സാധിക്കില്ല. എത്രത്തോളം പഠിക്കാൻ സാധിക്കുന്നുവോ അത്രയും പഠിക്കണം. അതുകൊണ്ട് മരിക്കുന്നതിന് മുൻപ് തന്നെ പുരുഷാർത്ഥം ചെയ്യണം. എത്ര സാധിക്കുമോ ഈ ഭാഗത്തേക്ക് വരാനുള്ള പരിശ്രമം തീർച്ചയായും ചെയ്യും. ഈ അവസ്ഥയിൽ വളരെയധികം പേർ വരും. വൃക്ഷത്തിന് വളർച്ചയുണ്ടാകുന്നു. വളരെ സഹജമായി മനസ്സിലാക്കി കൊടുക്കാം. ബോംബെയിൽ ബാബയുടെ പരിചയം നൽകുന്നതിനായി വളരെ നല്ല അവസരങ്ങളുണ്ട്. ബാബ നമുക്ക് എല്ലാവർക്കും പിതാവാണ്. ബാബയിൽ നിന്ന് തീർച്ചയായും സ്വർഗത്തിന്റെ സമ്പത്താണ് വേണ്ടത്. എത്ര സഹജമാണ്. ബാബയാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഹൃദയത്തിന്റെ ഉള്ളിൽ ഗദ്ഗതമുണ്ടാകണം. ഇത് നമ്മുടെ ലക്ഷ്യമാണ്. നമ്മൾ ആദ്യം സദ്ഗതിയിലായിരുന്നു, പിന്നീട് ദുർഗതിയിലേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും ദുർഗതിയിൽ നിന്ന് സദ്ഗതിയിലേക്ക് പോകണം. ശിവബാബ പറയുകയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഭസ്മമാകും. നിങ്ങൾ കുട്ടികൾക്കറിയാം, എപ്പോഴാണോ ദ്വാപരയുഗത്തിൽ രാവണ രാജ്യമുണ്ടാകുന്നത്, അപ്പോൾ 5 വികാരങ്ങളാകുന്ന രാവണനും സർവവ്യാപി ആകുന്നു. എവിടെ വികാരങ്ങൾ സർവവ്യാപിയാണോ അവിടെ ബാബയ്ക്ക് എങ്ങനെ സർവവ്യാപിയാകാൻ സാധിക്കും? എല്ലാ മനുഷ്യരും
പാപാത്മാക്കളല്ലേ? ബാബ സന്മുഖത്തായതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല. മനുഷ്യർ തല തിരിഞ്ഞു മനസ്സിലാക്കിയതാണ്. തല കീഴായി മനസ്സിലാക്കി വികാരങ്ങളിൽ വീണ് ഗ്ലാനി ചെയ്താണ് ഭാരതത്തിന് ഈ അവസ്ഥ ഉണ്ടായത്. ക്രിസ്ത്യാനികൾക്ക് പോലും അറിയാം, 5000 വർഷത്തിന് മുൻപ് ഭാരതം സ്വർഗമായിരുന്നു. എല്ലാവരും സതോ പ്രധാനമായിരുന്നു. ഭാരതവാസികൾ ലക്ഷക്കണക്കിന് വർഷമെന്ന് പറയുന്നു. കാരണം ബുദ്ധി തമോ പ്രധാനമായി മാറി. മറ്റുള്ള ധർമ്മത്തിലുള്ളവർ അത്രയ്ക്ക് ഉയരുന്നുമില്ല, അത്രയ്ക്ക് താഴേക്കും പോകുന്നില്ല. സ്വർഗമുണ്ടായിരുന്നു എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ബാബ പറയുന്നു, ഇവർ ശരിയാണ് പറയുന്നത്. 5000 വർഷങ്ങൾക്ക് മുൻപ് ഞാനും നിങ്ങൾ കുട്ടികളെ രാവണന്റെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും മോചിപ്പിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. പകുതി കൽപ്പം രാമരാജ്യവും പകുതി കൽപ്പം രാവണരാജ്യവുമാണ്. കുട്ടികൾക്ക് അവസരം ലഭിച്ചാൽ ഇതെല്ലാം തന്നെ മനസ്സിലാക്കി കൊടുക്കണം. ബാബ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. കുട്ടികളെ ഇങ്ങനെയെല്ലാം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ. ഇത്രയ്ക്കും അപാരമായ ദുഃഖം എന്തുകൊണ്ടുണ്ടായി? എപ്പോഴാണോ ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നത്, അപ്പോൾ അപാരമായ സുഖമായിരുന്നു. അവർ സർവഗുണസമ്പന്നരായിരുന്നു. ഇപ്പോൾ ഈ ജ്ഞാനം നരനിൽ നിന്നും നാരായണനായി മാറാനുള്ളതാണ്. പഠിപ്പാണ്. ഇതിലൂടെ ദൈവിക സ്വഭാവമുള്ളവരായി മാറുന്നു. ഈ സമയം രാവണ രാജ്യത്തിൽ എല്ലാവരുടെ സ്വഭാവവും മോശമായതാണ്. എല്ലാവരുടെ സംസ്കാരത്തെയും ഉദ്ധരിക്കുന്നത് ഒരേ ഒരു രാമനാണ്. ഈ സമയം എത്ര ധർമ്മങ്ങളാണ്! മനുഷ്യരുടെ വർധനവും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ വർദ്ധിക്കുകയാണെങ്കിൽ കഴിക്കാനുള്ള ഭക്ഷണം എവിടെ നിന്നും ലഭിക്കും? സത്യയുഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. അവിടെ ദുഃഖത്തിന്റെ കാര്യം തന്നെ ഇല്ല. ഈ കലിയുഗം ദുഃഖധാമമാണ്. എല്ലാവരും വികാരിയാണ്. സത്യയുഗം സുഖധാമമാണ്. എല്ലാവരും സമ്പൂർണ്ണ നിർവികാരിയാണ്. ഇടയ്ക്കിടെ ഇത് മറ്റുള്ളവരോട് പറയണം. എന്നാലേ അവർ കുറച്ചെങ്കിലും മനസ്സിലാക്കൂ. ബാബ പറയുന്നു, ഞാൻ പതീത പാവനനാണ്. എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ ജന്മജന്മാന്തരത്തിലെ പാപം ഭസ്മമാകും. ബാബ ഇതെല്ലാം പറയുന്നത് എങ്ങനെയാണ്? തീർച്ചയായും ശരീരം ധാരണ ചെയ്താലല്ലേ പറയാൻ സാധിക്കൂ. പതീത പാവനൻ, സർവർക്കും സദ്ഗതി ദാതാവ് ഒരു ബാബയാണ്. തീർച്ചയായും ബാബ ഏതെങ്കിലും രഥത്തിൽ വരുന്നുണ്ടാകും. ബാബ പറയുന്നു, ആർക്കാണോ തന്റെ ജന്മങ്ങളെക്കുറിച്ചുള്ള അറിവ് പോലും ഇല്ലാത്തത്, അവരുടെ രഥത്തിലാണ് ഞാൻ പ്രവേശിക്കുന്നത്. ബാബ മനസ്സിലാക്കി തരികയാണ്, ഇത് 84 ജന്മത്തിന്റെ കളിയാണ്. ആരാണോ ആദ്യമാദ്യം വന്നിരുന്നത്, അവർ തന്നെയാണ് ഇപ്പോഴും വരിക. അവർക്കാണ് വളരെയധികം ജന്മമുണ്ടാവുക. പിന്നീട് ജന്മങ്ങൾ കുറയുന്നു. ഏറ്റവും ആദ്യം ദേവതകളാണ് വരുന്നത്. ബാബ കുട്ടികളെ പ്രഭാഷണം ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയെല്ലാം മനസ്സിലാക്കി കൊടുക്കണം. നല്ല രീതിയിൽ ഓർമ്മയിലിരിക്കുന്നവർക്ക്, ദേഹാഭിമാനം ഇല്ലാത്തവർക്ക് പ്രഭാഷണം നന്നായി ചെയ്യാൻ സാധിക്കും. ശിവബാബ ദേഹി അഭിമാനിയല്ലേ? ബാബ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, കുട്ടികളെ ദേഹി അഭിമാനിയായി ഭവിക്കൂ. വികാരങ്ങളൊന്നും തന്നെ ഉണ്ടാകരുത്. ഉള്ളിൽ ചെകുത്താൻ ഇരിക്കരുത്. നിങ്ങൾ ആർക്കും ദുഃഖം കൊടുക്കരുത്. ആരെയും നിന്ദിക്കരുത്. നിങ്ങൾ കുട്ടികൾ ഒരിക്കലും കേട്ടതും കേൾപ്പിക്കപ്പെട്ടതുമായ കാര്യത്തിൽ വിശ്വാസം വെക്കരുത്. ബാബയോട് ചോദിക്കൂ, ഇവർ ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്, ഇത് സത്യമാണോ? ബാബ പറഞ്ഞു തരും. അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട്, അസത്യമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ അധിക സമയമെടുക്കില്ല.
ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയെല്ലാം പറഞ്ഞു എന്ന് അവർക്ക് കേൾപ്പിച്ചു കൊടുത്ത് അവരെയും നശിപ്പിക്കും. ബാബയ്ക്കറിയാം ഇങ്ങനെ വളരെയധികം പേരുണ്ട്. തലകീഴായ കാര്യം കേൾപ്പിച്ച് മനസ്സ് മോശമാക്കുന്നവർ. അതുകൊണ്ട് ഒരിക്കലും അസത്യമായ കാര്യങ്ങൾ കേട്ട് ഉള്ള് എരിയരുത്. ചോദിക്കൂ, ആ വ്യക്തി എന്നെക്കുറിച്ച് ഇങ്ങനെയെല്ലാം പറഞ്ഞോ? ഉള്ളിൽ ശുദ്ധത വേണം. ചില കുട്ടികൾ കേട്ടതും കേൾപ്പിക്കപ്പെട്ടതുമായ കാര്യങ്ങളിൽ വിശ്വസിച്ച് പരസ്പരം ശത്രുത വയ്ക്കുന്നു. ബാബയെ ലഭിച്ചുവെങ്കിൽ ബാബയോട് ചോദിക്കണമല്ലോ. ബ്രഹ്മബാബയിൽ പോലും വളരെയധികം പേർക്ക് വിശ്വാസമില്ല. ശിവബാബയെ തന്നെ മറന്നുപോകുന്നു. ബാബ വന്നിരിക്കുന്നത് തന്നെ എല്ലാവരെയും ഉയർത്തുന്നതിന് വേണ്ടിയാണ്. സ്നേഹത്തോടെ ഉയർത്തുകയാണ്. ഈശ്വരീയ മതം സ്വീകരിക്കണം. നിശ്ചയമില്ല എങ്കിൽ കുട്ടികൾ ഇങ്ങനെ ചോദിക്കുകയുമില്ല, അതിനുള്ള മറുപടിയും ലഭിക്കില്ല. ബാബ മനസ്സിലാക്കി തരുന്നതിനെ ധാരണ ചെയ്യണം. നിങ്ങൾ കുട്ടികൾ ശ്രീമത്തിലൂടെ വിശ്വത്തിൽ ശാന്തി സ്ഥാപിക്കാൻ നിമിത്തമായവരാണ്. ഒരു ബാബയുടേതല്ലാതെ വേറെ ആരുടെ മതവും ഉയർന്നതിലും ഉയർന്നത് ആകുന്നില്ല. ഉയർന്നതിലും ഉയർന്ന മതം ഭഗവാന്റേതാണ്. ഇതിലൂടെ പദവിയും എത്ര ഉയർന്നതാണ് ലഭിക്കുന്നത്. ബാബ പറയുകയാണ്, തന്റെ മംഗളം ചെയ്ത് ഉയർന്ന പദവി പ്രാപിക്കൂ, മഹാരഥിയായി മാറൂ. പഠിക്കുന്നില്ല എങ്കിൽ എന്ത് പദവി നേടാനാണ്? ഇത് കൽപ്പകൽപ്പാന്തരത്തിലെ കാര്യമാണ്. സത്യയുഗത്തിൽ ദാസദാസിമാരും നമ്പർ വൈസ് ആയിരിക്കും. ബാബ വന്നിരിക്കുന്നത് ഉയർന്നതാക്കി മാറ്റാനാണ്. പക്ഷെ പഠിക്കുന്നില്ല എങ്കിൽ എന്തു പദവി നേടും? പ്രജകളിലും ഉയർന്നതും താഴ്ന്നതുമായ പദവിയുണ്ടല്ലോ. ഇതെല്ലാം തന്നെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. മനുഷ്യർക്ക് നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല. നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണോ അതോ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് അറിയില്ല. നിങ്ങൾ സ്വർണിമ യുഗത്തിലും ത്രേതായുഗത്തിലും ഉണ്ടായിരുന്നവർ എങ്ങനെ കലിയുഗത്തിലേക്ക് വന്നു എന്ന് ബാബ മനസ്സിലാക്കി തരുന്നു. ഈ സമയത്തെ മനുഷ്യർ മനുഷ്യരെ തന്നെ കൊന്നു തിന്നുന്നു. ഇപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാൽ മാത്രമേ ജ്ഞാനം എന്താണെന്നുള്ളത് മനസ്സിലാകൂ. പല കുട്ടികളും ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തേക്ക് കളയുന്നു. നല്ല നല്ല സെന്ററുകളിലെ വളരെ നല്ല കുട്ടികൾ പോലും ക്രിമിനൽ ദൃഷ്ടി ഉള്ളവരാണ്. നേട്ടത്തിന്റെ, നഷ്ടത്തിന്റെ, അന്തസ്സിന്റെ ഇതിനെക്കുറിച്ചുള്ള ചിന്തയൊന്നും തന്നെയില്ല. പ്രധാനപ്പെട്ട കാര്യം തന്നെ ക്രിമിനൽ, അതായത് വികാരി ദൃഷ്ടിയുടേതാണ്. ബാബ മനസ്സിലാക്കി തരികയാണ്, കാമം മഹാശത്രുവാണ്. ഇതിനെ ജയിക്കുന്നതിന് വേണ്ടി എത്രയാണ് പരിശ്രമിക്കുന്നത്? മുഖ്യമായ കാര്യം തന്നെ പവിത്രതയുടേതാണ്. ഇതിന്റെ പേരിൽ എത്ര പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ബാബ പറയുകയാണ്, ഈ കാമവികാരം മഹാശത്രുവാണ്. ഇതിന്റെ മേൽ വിജയം പ്രാപിക്കൂ, എന്നാൽ ജഗത് ജീത്തായി തീരും. ദേവതകൾ സമ്പൂർണ്ണ നിർവികാരികളല്ലേ? ഇനി മുന്നോട്ടു പോകുന്തോറും എല്ലാം മനസ്സിലായിക്കൊള്ളും. സ്ഥാപനയും ഉണ്ടാകുക തന്നെ ചെയ്യും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഒരിക്കലും കേട്ട് കേൾവിയുള്ള കാര്യങ്ങളിൽ വിശ്വസിച്ച് തന്റെ സ്ഥിതി മോശമാക്കരുത്. ഉള്ളിൽ ശുദ്ധത ഉണ്ടായിരിക്കണം. അസത്യമായ കാര്യങ്ങൾ കേട്ട് തന്റെ ഉള്ള് എരിയരുത്. ഈശ്വരീയ മതം സ്വീകരിക്കണം. 2. ദേഹി അഭിമാനിയായി മാറാനുള്ള പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. ആരെയും നിന്ദിക്കരുത്. നഷ്ടം, ലാഭം, അന്തസ്സ് ഇവയിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് ക്രിമിനൽ ദൃഷ്ടി സമാപ്തമാക്കണം.
ബാബ എന്താണോ കേൾപ്പിക്കുന്നത് അതൊരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തേക്ക് കളയരുത്. വരദാനം: ത്രികാലദർശിയുടെ സീറ്റിൽ സെറ്റായി ഓരോ കർമ്മവും ചെയ്യുന്ന ശക്തിശാലി ആത്മാവായി ഭവിക്കൂ. ഏത് കുട്ടികളാണോ ത്രികാലദർശി സീറ്റിൽ സെറ്റായി ഓരോ സമയവും ഓരോ കർമ്മവും ചെയ്യുന്നത്, അവർക്കറിയാം പ്രശ്നങ്ങൾ അനേകം വരാനുണ്ട്, വരിക തന്നെ വേണം. തന്നിലൂടെ ആകട്ടെ മറ്റുള്ളവരിലൂടെ ആകട്ടെ, മായയിലൂടെ പ്രകൃതിയിലൂടെ എല്ലാ പ്രകാരത്തിലും പരിതസ്ഥിതികൾ വരും, വരിക തന്നെ വേണം. എന്നാൽ സ്വസ്ഥിതി ശക്തിശാലിയാണെങ്കിൽ പരസ്ഥിതി അതിനു മുന്നിൽ ഒന്നും തന്നെയല്ല. കേവലം ഓരോ കർമ്മവും ചെയ്യുന്നതിന് മുൻപ് അതിന്റെ ആദി മധ്യ അന്ത്യം 3 കാലങ്ങളെയും പരിശോധിച്ച് മനസ്സിലാക്കിയ ശേഷം ഏത് കർമ്മവും ചെയ്യൂ. അപ്പോൾ ശക്തിശാലിയായി പരിതസ്ഥിതികളെ മറികടക്കും. സ്ലോഗൻ: സർവശക്തി അല്ലെങ്കിൽ ജ്ഞാനസമ്പന്നമാകുന്നത് തന്നെയാണ് സംഗമയുഗത്തിന്റെ പ്രാലബ്ധം. ഓം ശാന്തി.